ഭഗവാൻ നാരായണൻ തന്റെ യോഗമായയെ സ്വകൃത്യ നിർവഹണത്തിന് നിയോഗിച്ചു. അതനുസരിച്ച് യോഗമായ വസുദേവ പത്നിയായ ദേവകിയുടെ ഗർഭം ആകർഷിച്ച് രോഹിണിയുടെ ഗർഭത്തിലാക്കിയതിനു ശേഷം നന്ദന്റെ പത്നിയായ യശോദയുടെ ഗർഭത്തിൽ സ്വയം അവതരിച്ചു. ദേവകിയുടെ ഗർഭത്തെ ആകർഷിച്ച് യോഗമായ അമ്പാടിയിൽ രോഹിണിയുടെ ഗർഭത്തിൽ പ്രവേശിപ്പിച്ചു. അപ്പോൾ മധുരാവാസികൾ വിചാരിച്ചത് ദേവകിക്ക് കംസന്റെ നേർക്കുള്ള ഭയം നിമിത്തം ഗർഭം അലസിപ്പോയി എന്നാണ്. എന്നാൽ ആ സമയത്ത് തന്നെ സകല ഐശ്വര്യങ്ങൾക്കും ഏകധാരമായിരുന്ന ഭഗവാൻ നാരായണൻ വസുദേവന്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു. ഭക്തവത്സലനായ ഭഗവാൻ അങ്ങനെ പ്രവേശിച്ചത് മൂലം വസുദേവൻ സൂര്യ തേജസ്സോടുകൂടി വിളങ്ങി. സുന്ദരിയായ ദേവകി വിഭ്രമ സ്നേഹഭോഗം വളർന്നു. ആ മാർഗത്തിലൂടെ അഖിലേശനായ ഭഗവാൻ അവളുടെ ശുദ്ധമായ ഗർഭാശയത്തിൽ സ്വതേജസ്സിനെ സമർപ്പിച്ചു. കിഴക്കു ദിക്കാകുന്ന സ്ത്രീ ലോകാനന്ദകരനായിരിക്കുന്ന ശശാങ്കനെ ഗർഭം ധരിച്ചു നിൽക്കുന്നത് പോലെ ദേവകി ശോഭിച്ചില്ല. കാരണം ദുഷ്ടനായ കംസൻ അവളെ ഇരുട്ടറയിൽ ബന്ധിച്ച് ഇരുട്ടിലാക്കിയിരിക്കുകയായിരുന്നു. ഹസ്തം കൊണ്ട് മറച്ചിരിക്കുന്ന ദീപം പോലെ, മനസ്സിലൊതുക്കി മറ്റാർക്കും നൽകാതെ ഗൂഢമായി വെച്ചിരിക്കുന്ന വിദ്യ പോലെ ദേവകി നിസ്തേജസ്വിനിയായി പോയി. എങ്കിലും സഹോദരി ഭർത്താവിനെ കംസൻ കാണാൻ ചെന്നപ്പോൾ ദേവകി സൂര്യനെ പോലെ ദീപ്തിയുള്ളവളായി കാണപ്പെട്ടു. ദേവകിയുടെ ഗർഭശോഭയെ ജനദൃഷ്ടിയിൽ നിന്നും മറച്ചിട്ടും ദേവകിയുടെ പ്രകാശത്തിന് കുറവുണ്ടായില്ല എന്നർത്ഥം. കംസൻ നേരിട്ട് കണ്ടപ്പോൾ ദേവകിയിൽ അലൗകികമായ കാന്തി തെളിയുന്നുണ്ടായിരുന്നു. ഗർഭത്തിൽ ഭഗവാൻ അവതരിച്ചിരിക്കുന്നതിലാണ് അവളിൽ ആ കാന്തി പ്രസരിച്ചത്. ദേവകിയുടെ ശോഭ കണ്ടപ്പോൾ വിദ്വേഷഭക്തനായ കംസന് വിസ്മയമാണ് തോന്നിയത്. ദ്വേഷിക്കുന്നവരെ നിരന്തരം ഓർമ്മിപ്പിക്കുക എന്നത് സ്വഭാവത്തിന്റെ ഒരു അംശമാണ്. വിദ്വേഷ നിമിത്തം കംസനിൽ ഹരിസ്മൃതി എപ്പോഴും തങ്ങി നിന്നിരുന്നു. എപ്പോഴും ഭഗവാനെ സ്മരിക്കുന്നവരാണല്ലോ ഭക്തന്മാർ. ആ സ്ഥിതിക്ക് വിദ്വേഷം മൂലം ഭഗവാനെ സ്മരിക്കുന്ന കംസനെ വിദ്വേഷ ഭക്തൻ എന്ന് വിളിക്കുന്നു. കംസൻ ഓർക്കുന്നു, മുമ്പൊരിക്കലും ഇവളുടെ ഗർഭധാരണം ഇത്രയേറെ ശോഭിച്ച് കണ്ടിട്ടില്ല. ഇപ്പോൾ ഭഗവാൻ നാരായണൻ ഇവളുടെ ഉദരത്തിൽ അവതരിച്ചിരിക്കുന്നതു മൂലമാണ് ഈ ശോഭാവിശേഷം. അങ്ങനെ അവതരിക്കുന്നത് എന്നെ കൊല്ലാനാണ്. എനിക്കിപ്പോൾ ഇവളെ കൊല്ലുക എളുപ്പമാണ്. പക്ഷേ ഗർഭിണിയായ ഒരു സ്ത്രീയെ കൊല്ലുന്നത് ശരിയല്ല. പെൺകൊലയുടെ ഫലം എപ്പോഴും ആപത്തായിരിക്കും. അതുമൂലം ആയുസ്സിനും ക്ഷയമുണ്ടാകും. അപ്പോൾ ആയുസ് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കാര്യം വിപരീത ഫലമാണ് ഉണ്ടാക്കുക. ഇവളെ കൊല ചെയ്താൽ ഞാൻ ജീവിതാവസാനം നരകത്തിൽ പെടുകയേ ഉള്ളൂ. അതിനാൽ ഇവളുടെ പുത്രനെ അവൻ വളരുന്നതിന് മുമ്പ്